പീരുമേട് പാമ്പനാറിന് സമീപം നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം നിലംപൊത്തി. നിർമ്മാണത്തിലെ അപാകതയാണ് കെട്ടിടം തകരാൻ കാരണമെന്ന പ്രാഥമിക നിഗമനം. രാത്രി 1 മണിവരെ ജോലികൾ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിൻസ് 1950 പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇന്ന് രാവിലെ 3 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായതായി പറയുന്നത്. പീരുമേട് പാമ്പനാറിന് സമീപം ദേശീയപാത 183 ചേർന്ന് കിടക്കുന്ന അഗ്നൽ എന്നയാളുടെ സ്ഥലത്താണ് നിർമ്മാണം ജോലികൾ നടന്നു വന്നിരുന്നത്. 3 നില വരെ ഫില്ലറിൽ ഉയർത്തി പൂർണ്ണമായും ബാക്കി 2 നില ഫില്ലർ മാത്രം ഉയർത്തുകയും അതിന്റെ മുകളിലാണ് വാർപ്പ് നടന്നത്. ഇതോടൊപ്പം തന്നെ റോഡിൽ നിന്നും 6 അടി വിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ദേശീയപാതയുടെ നിബന്ധനയ്ക്ക് അനുസരിച്ചാണ് നിർമ്മാണം നടത്തിയത്. എന്നാൽ ആ ഗ്യാപ്പിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെ രാത്രി 1 മണി വരെ ഇവിടെ തൊഴിലാളികൾ ജോലി ചെയ്തു വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടായത്. തൊട്ടടുത്ത് 17ഓളം ആളുകൾ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് വീഴാതെ തലനാരിഴയ്ക്കാണ് കെട്ടിടം നിലം പൊത്തിയതും. അല്ലെങ്കിൽ വലിയ ജീവഹാനി തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന് പ്രദേശവാസികളും പറയുന്നു. ഞങ്ങൾ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ 3:30 വെളുപ്പിന് ഭയങ്കര ഉച്ചയോട് കൂടി ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. വെളി വന്ന് ഞങ്ങളുടെ ഹസ്ബൻഡ് വെളി വന്ന് നോക്കിയപ്പോൾ ഫുള്ളും തകർന്ന് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഞാനും ഒന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഫുള്ളും ഇങ്ങനെ തകർന്ന് പേടിച്ച് താഴെ ഭയങ്കര ആവശ്യമായിരുന്നു. പിന്നെ ഞങ്ങൾ അവരെ വിളിച്ചിട്ട് മേളിൽ കൊണ്ടുവന്നു. ഈ കെട്ടിടം തകർന്ന് താഴേക്ക് വീഴുന്നത് അനധികൃതമായി മണ്ണടിച്ച് ഈ ഇന്നലെ രാത്രി ഫില്ല് ചെയ്യുകയും അതുപോലെ തന്നെ ആ മണ്ണ് മഴ പെയ്തതോടുകൂടി മണ്ണ് തള്ളിപ്പോവുകയും ഈ 5 നിലയുള്ള ബിൽഡിംഗ് താഴേക്ക് പതിക്കുകയുമാണ് ചെയ്തത്. എൻ്റെ വീടിൻ്റെ മുകളിലേക്കാണ് ഇത് പതിച്ചത്. 17ഓളം ജീവനുകൾ ഈ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു 2 അടി കൂടെ മാറിയിരുന്നെങ്കിൽ അവർ എല്ലാവരും തന്നെ മരണപ്പെട്ടിട്ട് വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഇവരെല്ലാം രക്ഷപ്പെട്ടത്. ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പോയി. അതുപോലെ റോഡും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ കെട്ടിടത്തിൻ്റെ പണിയിലുള്ള അപാകതയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം, ഈ തൊട്ടടുത്ത് കാണുന്ന ആ ഫില്ലർ പൊട്ടുപൊടിയുന്ന പോലെ പൊടിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് വലിയ ഒരു ദുരന്തമാണ്. വളരെയേറെ നാശനഷ്ടങ്ങൾ ഇതുമൂലം നമുക്കുണ്ടായിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളും എല്ലാം ഭയന്ന് നിലവിളിക്കുകയും അവർ അലറിക്കരയുകയും ചെയ്യും. എല്ലാവരെയും നാട്ടുകാരെല്ലാം കൂടെ വന്നാണ് രക്ഷപ്പെടുത്തി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയത്. നമ്മൾ ഇത് പറയുമ്പോൾ അവരോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ശരിയാകുമോ എന്ന് അവരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായി. പല പ്രാവശ്യം ഞാൻ ചോദിച്ചായിരുന്നു, ഇങ്ങനെ കെട്ടിയാൽ ഇത് ശരിയാകുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻപ് തന്നെ നാട്ടുകാർ രംഗത്ത് എത്തിയെങ്കിലും കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കോൺട്രാക്ടർ കെട്ടിട നിർമ്മാണവുമായി മുൻപോട്ട് പോവുകയാണ് ഉണ്ടായത് എന്ന ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ശക്തമായ മഴ കൂടി പെയ്തു വരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ കൂടുതലായി നടക്കാൻ സാധ്യതയുള്ള പ്രദേശത്ത് ഇത്തരം കെട്ടിട നിർമ്മാണം അനുവദിച്ചത് തന്നെ ഏറ്റവും അപകടകരമാണെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതും. ന്യൂസ് ബ്യൂറോ, പീരുമേട്.